പ്രിയ മന്ത്രിയോട് ഒരു ജിലേബി ചോദ്യം. പ്രിയ മന്ത്രിയോടൊരു ജിലേബി ചോദ്യത്തിലേക്ക് സ്വാഗതം. ഗൗരവമേറിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയ മന്ത്രിമാർ ഓരോരുത്തർക്കും പറയാൻ ഒട്ടേറെ കഥകളുണ്ടാകും. നമ്മുടെ സ്വന്തം മന്ത്രിമാരുടെ മറ്റെങ്ങും കാണാത്ത മുഖങ്ങൾ, മറ്റെങ്ങും കാണാത്ത ഭാവങ്ങൾ. പ്രിയ മന്ത്രിയോടൊരു ജിലേബി ചോദ്യത്തിലെ ഈ ഓണ എപ്പിസോഡിലേക്ക് അതിഥിയായി വന്നിട്ടുള്ളത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മന്ത്രി ശ്രീ വയലാർജിയാണ്. പ്രിയ മന്ത്രിയോട് ഒരു ജിലേബി ചോദ്യം. നമസ്കാരം. ഇനി നമുക്കൊന്ന് വകുപ്പിലേക്ക് കടന്നാലോ സർ. ഗൾഫ് മേഖലയിൽ തട്ടിപ്പും വെട്ടിപ്പും അനുഭവിക്കേണ്ടി വന്ന ഒരു പറ്റം മലയാളികൾക്ക് അങ്ങ് മുൻകൈയെടുത്ത് നടത്തിയ ബോധവൽക്കരണ പരിപാടികൾ ചാനലുകൾ മുഴുവൻ നിറഞ്ഞു നിന്നു. ഉദ്ദേശിച്ച റിസൾട്ട് അതിന് കിട്ടിയോ? ഒരു പരിസരം ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉദാഹരണം വെച്ചാൽ അന്ന് പരസ്യം കൊടുത്തത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഏജന്റന്മാരുടെ കളിപ്പിക്കൽ, വിസയും അതിൻ്റെ രേഖയുമില്ലാതെ പോകരുത്, പിന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വിദേശത്ത് വന്നാൽ അതിൻ്റെ വേറെ കിട്ടിയിട്ടുണ്ടോ എന്ന് തിരക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ NRI മാരേജ് തന്നെ അമേരിക്ക ചെന്നപ്പോൾ എൻ്റെ പരാതി പറഞ്ഞു അവിടെ ചെറുപ്പക്കാർ, സാറേ ഞങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കുന്ന പരസ്യം കൊടുക്കുന്നു, നിങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കുന്നില്ല, പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയാറുള്ളൂ എന്ന് അവർ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണത്. അതുപോലെ തന്നെ ഈ വിസയില്ലാതെ പോകുന്നവരുടെ ഏജന്റുമാരെ കബളിപ്പിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഹൗ ഡു യു നോ എനിക്ക് കിട്ടുന്ന പരാതികൾ എവിടെ സംഭവിച്ചാലും ആദ്യത്തെ പരാതി എനിക്കാണ് കിട്ടുന്നത്. ഇപ്പോൾ ബോംബെയിലൊക്കെ റിക്രൂട്ട് ചെയ്ത് പോയിട്ട് അവർക്ക് ജോലി വന്നപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് പരാതി വന്നു, ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ കത്തയച്ചു, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഏജന്റിനെ അറസ്റ്റ് ചെയ്തു, പ്രശ്നങ്ങളായി. അവസാനം ഓടിപ്പിടിച്ച് കരഞ്ഞ് പിടിച്ചു വന്നു. ഞാൻ പറഞ്ഞു കാര്യം ചെയ്യാം, പൈസയൊക്കെ തിരിച്ചു കൊടുത്തേക്ക്, ഞാൻ പൈസ തിരിച്ചു കൊടുപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഏജന്റുമാർക്കൊരു ഭയമുണ്ട്. പിന്നെ എനിക്കൊരു നയം ഞാൻ പ്രഖ്യാപിച്ചു. ഒരു അസോസിയേഷൻ കണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വല്ലപ്പോഴും വന്ന് കാണാം, ഒരു ഏജന്റ് ഒറ്റയ്ക്ക് എന്നെ ഒരിക്കലും കാണാൻ വരാൻ പാടില്ല, ഞാൻ കാണില്ല. വന്നാൽ ഒരു പ്രാവശ്യം ഒരു MP ഒരു ഏജന്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം സോറി, MP എൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല, പ്ലീസ് യു ഗോ ഔട്ട്. MP എന്നോട് വളരെ സങ്കടമൊക്കെ പെട്ടു, ദേഷ്യം പെട്ടാൽ നിങ്ങളത് ശരിയായില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഏജന്റ് വരുമെന്ന്, ഞാൻ പറഞ്ഞാൽ കൊണ്ടുവരരുതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്ത് ഒരു കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഏജന്റന്മാർ ഇപ്പോൾ വളരെ സൂക്ഷിക്കുന്നുണ്ട്. അവരങ്ങനെ തട്ടിപ്പാട്, ഇപ്പോൾ ഏജന്റുമാരല്ലാത്തവരാണ് തട്ടിപ്പാടുന്നത്. അവരെ ഞാൻ പിടിക്കാനായിട്ട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് ആൾസോ കൺട്രോൾ അല്ലെങ്കിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. സാർ, അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിവ്യൂ, ഒരു ഫോളോ അപ്പ് തീർച്ചയായും ചെയ്യാറുണ്ട്. ഞാൻ ഓഫീസിൽ വിളിച്ചു കൂട്ടും, ഓരോ മാസത്തിൽ വിളിച്ചു കൂട്ടും. എൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മീറ്റിംഗ് നടത്തും, എൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോയി വരുമ്പോൾ മീറ്റിംഗ് നടത്തും. ഒരു പരാതി കിട്ടിയാൽ എന്തുകൊണ്ട് ഈ പരാതി വന്നു എന്ന് വിളിച്ചു, എന്തുകൊണ്ട് ഇത് വന്നു, നിങ്ങളെന്താ ചെയ്തേ എന്നൊക്കെ അതൊരു ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഓഫീസിൽ. അതുകൊണ്ട് എനിക്ക് വളരെ സുഖവും സൗകര്യവുമാണ്, ഒരു പ്രശ്നവുമില്ല. ഉണ്ടായാൽ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യും. അത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം കൂടെ പറയാം. എൻ്റെ മൊബൈൽ നമ്പർ മോക്കറിയില്ല, പക്ഷേ ഈ ഗൾഫിലുള്ള എല്ലാവർക്കും അറിയാം. അത് വിളിക്കുന്നത് അർദ്ധരാത്രി. പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയല്ലേ സാർ? എന്റെ മൊബൈലിൽ ഇങ്ങനെ വായിക്കുക, അവര് അത് അറിയാം, ഇതിലാ വിളിക്കുന്നത്, മൊബൈലിലാണ് വിളിക്കുന്നത്. ഒരു ജനപ്രിയനായ മന്ത്രി ആയതുകൊണ്ട് ഞാൻ രാത്രി എടുക്കുന്നത്. അപ്പോൾ എടുത്തൊരു കഥ പറയട്ടെ. രാത്രി മൊബൈലിൽ രാത്രി ഒരു 12:30 ആയിക്കാണ്. അപ്പോൾ ഞാൻ കിടന്നൊരു പുസ്തകമൊക്കെ നോക്കും. അടുത്ത് ആരാ എന്താന്ന് ചോദിച്ചു. സാറ് നീ ആരാടാ, നീ കാര്യമാരെന്ന് പറ, എന്താ വേണ്ട എനിക്ക്, എനിക്ക് വീട്ടിൽ പോകണം. നീ പൊക്കോടാ, അതിന് ഞാനെന്ത് വേണം, നീ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ റിയാദിന്ന്. റിയാദിന്നാണ്. എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വീട്ടിൽ പോകാൻ. നീ ഇപ്പോൾ എവിടെയാണ്? എന്താ എൻ്റെ പാസ്പോർട്ടൊന്നും ഇല്ലേ? പാസ്പോർട്ടില്ല. പിന്നെ നീ ഇപ്പോൾ എവിടെ കിടക്കുന്നത്, എവിടെ ഉള്ളത്? നീ ഇപ്പോൾ? ഞാൻ ജയിലിലാണ്. അത് ശരി, നീ ജയിലിൽ എന്നെ വിളിക്കുന്നതിൻ്റെ ചോദ്യം. ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് അവനെ സമാധാനിപ്പിക്കാനാണ്. സീരിയസ് സംസാരിക്കരുത്, അവരൊക്കെ തമാശ പറയണം. അത് ശരി, ജയിലിൽ കിടന്ന് എന്നെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റണേ? നീ എന്തിനാ ജയിലിൽ പോയത്? ഞാൻ പോയതല്ല സാറേ, എന്നെ പിടിച്ചിട്ട് പോയതാ. എടാ, നിന്നെ പിടിച്ചിട്ട് എന്താ കാര്യം? വിസയില്ല. ഞാൻ വിസയില്ലാതെ എന്തിനാ പോയേ? ഒരു ശരി, നിന്റെ നമ്പർ എത്ര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ, എടാ കുഞ്ഞെ ശരി, നിനക്ക് എന്ത് വേണം? വീട്ടിൽ പോകണം. ശരി, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. നിന്റെ നമ്പർ എത്രയാ? എൻ്റെ നമ്പർ ഇത്രയാണ്. ഇതൊക്കെയാണ് ഒക്കെ എടുത്തത്. ശരി, 2 ദിവസത്തിനകം ഒരു എംബസി ഉദ്യോഗസ്ഥൻ വരും, എന്നൊക്കെ പറഞ്ഞു. നിന്നെ എടുത്ത് ഞാൻ അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകാം. ടിക്കറ്റൊക്കെ ഞാൻ തന്നേക്കാം. അപ്പോൾ ഈ ടിക്കറ്റെല്ലാം കൊടുക്കുന്നതിന് ഞാനൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. അതിപ്പോൾ ആദ്യം 16 കൺട്രിയിലായിരുന്നു, പിന്നെ 42 ആക്കി. ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അതുണ്ട്. അവിടെ പണം ഞാൻ ആദ്യം 5 ലക്ഷം രൂപ കൊടുക്കും, പിന്നെ അവിടെ അവർക്ക് കിട്ടും പണം. അതിനൊരു സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ $1, $2 ആരെങ്കിലും ചെന്നാൽ ഈ കൊടുക്കും. അതിപ്പോൾ വലിയ ഫണ്ടായി വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് പിന്നെ ക്രിമേഷൻ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ, തിരിച്ചു വരാനുള്ള പ്ലെയിൻ ഫെയർ കൊടുക്കാനൊക്കെ ചെയ്യുന്നത് ഈ ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് അവരുടെ ഫണ്ട് തന്നെയാണ്, അതിങ്ങോട്ട് അയക്കണ്ട. ട്രഷറിക്ക് പണം ഇട്ടാൽ തിരിച്ച് കിട്ടത്തില്ല, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് അയക്കണ്ട.
അത് അംബാസഡർമാർക്ക് തന്നെ ചിലവഴിക്കാം ഈ 5 കാര്യങ്ങൾക്ക്. 6ാമത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പെർമിഷൻ വേണം. ആ ഫണ്ട് എല്ലാവരും സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ആ ഫണ്ടിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത് ഇവരെ കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ ആൾക്കാരൊക്കെ നേഴ്സുമാരൊക്കെ എന്നെ വിളിക്കും. അവർ വിളിച്ചാൽ ഞാൻ അവരുടെ ഇങ്ങനെ തമാശയൊക്കെ പറയും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളൂ, ശമ്പളം കിട്ടുന്നില്ല, കിടക്കാൻ സ്ഥലമില്ല, ഓക്കെ. അപ്പോൾ പക്ഷേ എനിക്കൊരു സംതൃപ്തി ഉള്ളത് ഈ കേരളത്തിലുള്ളവർക്ക് അറിയുന്നതിൻ്റെ എത്രയോ അറിയില്ലെങ്കിലും ഗൾഫിലുള്ളവർക്കും ഈവൻ അമേരിക്കയിലുള്ളവർക്കും ഒക്കെ എൻ്റെ ഫോൺ നമ്പർ അറിയാം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് സാറായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അവർ കണക്റ്റഡ് ആണ്. അതാണ് അവർക്ക് അറിയാൻ കഴിയുന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു, അതാ ഞാൻ ഇടപെട്ട കേസാണ്, ലണ്ടനിൽ നിന്ന്. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ, ഞാൻ ലണ്ടനിൽ നിന്നാണ് സാറേ. ശരി, എന്താണ് വിശേഷം അവിടെ എന്ന് ചോദിച്ചു. സാറിൻ്റെ വിശേഷം പറയാനാണ് വിളിച്ചത്, വലിയ ഗൗരവത്തിലായിരുന്നു. എന്ത് കാര്യം പറയാൻ സഹായിക്കാൻ എന്ത് വേണം? അല്ല സാറേ, ഞാൻ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. എന്താ സാറേ ഈ ടാക്സ് ഞങ്ങൾ കസ്റ്റംസ് ഞങ്ങൾ ഉപദ്രവിക്കുന്നത്? സംഭവം ശരിയാണ്. കസ്റ്റംസുകാരെ കാണിക്കുന്നത് അവരെ കുറ്റം പറയില്ലെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണിച്ച തെറ്റാ. കാരണം ഈ സ്വർണത്തിൻ്റെ കൊണ്ടുവരാവുന്ന സ്വർണത്തിൻ്റെ, അതായത് മാലയിട്ടുണ്ട് വരാ സ്വർണത്തിന് ഒരു തുക വെച്ചിരുന്നു. ആ തുകയാണിത് 1 പവൻ്റെ വില, 20,000 രൂപ. എന്താണ് ഇന്ന് 1 പവൻ വേണമെങ്കിൽ അതിനൊക്കെ കൂടുതൽ കൊടുക്കണം. അപ്പോൾ എല്ലാവരും കസ്റ്റംസ് ഡ്യൂട്ടി കാശ് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനെ പ്രധാനമന്ത്രിക്ക് 4 കത്ത് അയച്ചു, ധനകാര്യമന്ത്രി കത്ത് അയച്ചു. ഇതിന് കിട്ടുന്ന പരാതിയെല്ലാം ഫോർവേഡ് ചെയ്തു. ഇപ്പോൾ ആരെയൊന്ന് കണ്ടപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞു, യെസ് ഐ റിസീവ്ഡ് 3-4 ലെറ്റേഴ്സ് ഫ്രം മിസ്റ്റർ വയലാർ സെൽഫ്. അപ്പോൾ ഞാനിതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞു ശരിയാ. ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സോറി, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഒരിക്കലും കസ്റ്റംസിൻ്റെ കുഴപ്പമുണ്ടാവില്ല, നിങ്ങളുടെ റേറ്റൊക്കെ ഉയർത്തുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ 2 ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ ജയിലിൽ പോകുന്ന വിസ ഇല്ലാത്തൊരുത്തിൻ്റെ കാര്യം. ഇത് കോൺടാക്ട് മീ ഡയറക്റ്റ്ലി. ഈ എയർപോർട്ടിൽ വന്ന് കസ്റ്റംസുകാരെ പിടിച്ച് പിന്നെ ടാക്സ് അവർക്കൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെ ടാക്സ് അടിക്കുമെന്ന്, സ്വർണത്തിൻ്റെ ടാക്സ് അടിക്കുന്ന പ്രശ്നങ്ങൾ, അത് എല്ലാവരെയും അവിടെ നിന്ന് വരുന്ന എല്ലാ സ്ത്രീകളെയും ബാധിക്കുന്നതാണ്. അത് തന്നെ ഇപ്പോൾ ഏതെങ്കിലും NRI വീട്ടിൽ പോയി എനിക്ക് പേടിയാണ്. കാരണം സ്ത്രീകൾ സാറ് വന്നാ എന്നെ കസ്റ്റംസുകാരെ പിടിച്ച സാറേ എന്ന് പറഞ്ഞാൽ ചുറ്റിയില്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യമാണ്, അവരെന്നെ വിളിക്കട്ടെ. എന്തായാലും സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, പ്രവാസി വകുപ്പായിട്ട് കൂടി നിലനിർത്തിക്കൊണ്ടു പോകാൻ സാറിന് സാധിക്കുന്നു. ഉണ്ട് എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ എൻ്റെ PA ഫോൺ ഞാൻ പറയും, നിങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറയും. അവരോട് പറയണമെന്നാണ്. അവർക്ക് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയാമോ? നേരിട്ട് കാര്യങ്ങൾ അറിയുന്നു, ഞാൻ അറിയുന്നു. അവർക്ക് അവരെ ഞാൻ സാന്ത്വനിപ്പിക്കുന്നു. ശരി, ഞാൻ നോക്കട്ടെ, വേണ്ട ചെയ്യട്ടെ. ഒരു മന്ത്രി ഞാൻ ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മനസ്സമാധാനമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്നെ ഈ ലിബിയയിലെ കുഴപ്പമുണ്ടായപ്പോൾ എന്നാൽ പ്രശ്നം ഉണ്ടായതൊക്കെ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ എന്നെ വിളിച്ചൊരാൾ, ദുബായിൽ നിന്ന് വിളിച്ചു, ഒരു പത്രക്കാരനെ അറിയുന്ന ആൾ. സാറേ അവിടെ വലിയ പ്രശ്നങ്ങൾ, നേഴ്സുമാരൊക്കെ ഹോട്ടലിൽ കയറി മുറിയടച്ചിരിക്കുകയാണ്, വലിയ പ്രശ്നം സാറേ എന്ന് പറഞ്ഞു. ഓ അത് ശരി. ഞാൻ പറഞ്ഞു അവർ നമ്പറിൽ അറിയാമെന്ന് വെച്ചു. അപ്പോൾ ഒരു റോസ്മേരി വന്ന് പെൺകുട്ടിയുടെ നേഴ്സാണ് നമ്പർ വന്നതിൻ്റെ. ഞാൻ വെച്ച നമ്പർ റോസ്മേരി, ഓക്കെ, കുറിച്ചെടുത്തിട്ട് ഞാൻ വിളിച്ചു. എടുത്ത് കിട്ടിയില്ല, പക്ഷെ ഞാൻ തന്നെ വിളിക്കും, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വിളിച്ചൊരു 3-4 ദിവസം കറക്കിയപ്പോൾ കിട്ടി. ആരാ എന്ന് വെച്ചു. ഞാൻ വയലാർ രവിയാണ്. ആരാ അത്? റോസ്മേരി ആണോ? അതെ. അതാരാ? ഞാൻ മന്ത്രിയാര് പെണ്ണേ, ഞാൻ മന്ത്രിയാ, വയലാർ രവി, ഇങ്ങനെയൊക്കെ പറയും. അത് സ്നേഹം കൊണ്ട് പറയുന്ന കേട്ടല്ലോ. ആ സാറേ, ഞങ്ങളുടെ ഹോട്ടലിൽ മുറിയടച്ചിരിക്കുകയാണ് സാറേ. ഞാൻ റോസ്മേരി, നീ എവിടുത്തെ കാര്യാ? ഞാൻ കോട്ടയാണ് സാറേ. ആ കോട്ടയാണ്, അന്ന് നിന്റെ കാര്യം നോക്കട്ടെ. അപ്പോൾ നീ മേഴ്സി കോട്ട് ചെയ്താ? അടുത്ത ചോദ്യം. അപ്പോൾ ചെയ്യും സാറേ. ഞാൻ എന്താ ചോദിക്കണമെന്ന് അറിയാമോ? മേക്ക് ഇറ്റ് എ പേഴ്സണൽ, മേക്ക് ദം ഫീൽ ഒരു ഹാപ്പിനെസ് തോന്നാൻ. അവർക്കൊരു മനസ്സിന് വേണ്ടേ ഒരു ആത്മബന്ധം, ഒരു ടെൻഷൻ ഉണ്ടാകാതിരിക്കാണ്. അത് ചോദിച്ചൊക്കെ പറഞ്ഞു. ശരി, എന്ത് വേണം സാറേ? ഞങ്ങളെ കൊണ്ടുപോകാം. ഞാൻ കൊണ്ടുവരാം, പേടിക്കണ്ട. എത്ര പേരുണ്ട്? 160 പേരായിട്ടുണ്ട്. ഹോട്ടൽ അടച്ചിരിക്കുക, പുറത്തുനിന്ന് ഇറങ്ങണ്ട, എനിക്ക് വെടിവെച്ച് കേൾക്കാം, എനിക്ക് ഫോൺ കൂടെ വെടിവെച്ച് കേൾക്കാം. അത് കഴിഞ്ഞ് അവർ സംസാരിച്ച അവരുടെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി കൂടിയാണ്. 3747 ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അയച്ച് അന്ന് 16,000 പേരെ കൊണ്ടുവന്നു. ഒരു ഘടകം ഈ സംഭാഷണമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നേരിട്ട് ഇടപെടുക എന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ മാത്രമല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യണത്, റിയാദിലെ ജയിലിലും അതൊക്കെ നടക്കുന്നുണ്ട്. അല്ല, റിയാദിൽ അവിടെ അനുവാദമുണ്ട്, അവിടെ കൊടുക്കാൻ വിളിക്കാൻ അനുവാദമുണ്ട്. ഓ, അവിടെ പെർമിഷൻ ഉണ്ട്. ഇവിടെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കുക. അത് വേറെ, ഇവിടെ ഉപയോഗിക്കുന്നത് വേറെ ചില കാര്യങ്ങൾക്ക് അതിപ്പോൾ ചർച്ച വേണ്ട. എടുത്തോ സാർ. സിവിൽ ഏവിയേഷന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരൊറ്റ കാര്യം സാർ, എയർ ഇന്ത്യനെ ഒന്ന് ശരിയാക്കാൻ വല്ല വഴിയുണ്ടോ? എയർ ഇന്ത്യ ശരിയാക്കണമെങ്കിൽ എയർ ഇന്ത്യ ശരിയാക്കാനുള്ള നിശ്ചയദാർഢ്യം വേണം.
അത് മാത്രമല്ല അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ കുറേ മനസ്സിലാക്കിയത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും അതിനകത്ത്. അതിപ്പോൾ ഉണ്ടോയെന്ന് പുതിയ CMTയോട് ഞാൻ വെച്ച ആളാണ്. ഗുഡ് ഫെല്ലോ. ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, കുറിച്ച് പറയാറുണ്ട്. എങ്കിലും അതൊരു കാൽക്കുലേറ്റ് എഫർട്ട് വേണം അതിന്. പക്ഷേ ഇന്ന് എന്നോട് 1-2 എയർ ഹോസ്റ്റസ്മാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നന്ദി പറയാൻ വിളിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. പണ്ട് സാറ് പറഞ്ഞു വെച്ച കാര്യം ഇപ്പം നടന്ന് സാറേ, അവർക്ക് എന്താ അരിയേഴ്സ് കിട്ടി, 2 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടി, സ്ഥിരപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടന്നുപോയി. പക്ഷെ സംഭവം ശരിയാണ്. ഞാൻ അന്നൊക്കെ എഴുതി വെച്ചിട്ടും അന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്താണ് ഫൈനാൻസ് മിനിസ്ട്രിയിലൊക്കെ. അതിപ്പോൾ നടന്നു എന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പൊ സാറ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ എയർ ഇന്ത്യ ഒന്ന് നന്നാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. മാത്രം ആഗ്രഹിച്ചിരുന്നു. മറ്റതുകൊണ്ടല്ലേ കേരളക്കാരെ പേടിച്ചിട്ടാ. ഞാൻ ഗൾഫിലുള്ള എല്ലാം വേളമല്ലേ സാറേ, എവിടെ വേണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും അവരോട്. അതുകൊണ്ട് പ്രിയ മന്ത്രിയോട് ഒരു ജിലേബി ചോദ്യം. സാറ് വളരെ ചെറുപ്പത്തിലെ MP ആയി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി, കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയായി, KPCC പ്രസിഡന്റായി, AICC ജനറൽ സെക്രട്ടറി ആയി. വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാം ആയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കേരള രാഷ്ട്രീയമല്ലേ. കേരള രാഷ്ട്രീയം എൻ്റെ കൂടെ ഉള്ള എൻ്റെ ജൂനിയേഴ്സ് 2 മുഖ്യമന്ത്രിമാരായി ഇല്ലേ. നമുക്കൊരു അതാണ് ഒഴിഞ്ഞു കിടക്കുന്ന, അതാണ് ഞാൻ ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നീ പേടിച്ചിട്ട് വെക്കാത്ത എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം അതൊരു ഒഴിച്ചിട്ട പോസ്റ്റ് ആയിരിക്കാം അല്ലേ. ഒരു മുഖ്യമന്ത്രി ആകുന്നതിലും തെറ്റില്ല, തെറ്റൊന്നുമില്ല. അത് ആകേണ്ട ഒരു സ്ഥാനം, എന്നെപ്പോലുള്ള ആകേണ്ട ഒരു സ്ഥാനം. പക്ഷേ അതിൻ്റെ ഞാൻ വലിയ ബഹളങ്ങളൊന്നും കാണിക്കുന്നില്ല, ബഹളമൊന്നും ആവശ്യപ്പെടുന്നൊന്നുമില്ല. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് മാത്രം ഈ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ള എന്നെപ്പോലുള്ള ആളുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നില്ല. അത് പൂർത്തീകരിക്കണമെങ്കിൽ അത് എല്ലാ തരത്തിലും ബന്ധപ്പെട്ട് വരണമെന്നുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ അതിന് നുണയായിരിക്കും. അപ്പൊ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവാണെങ്കിൽ അത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വെച്ചാൽ അതിനുള്ള ബഹളങ്ങളൊന്നുമില്ല. അതിന് ആകാത്തൊരു സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി. അത് അങ്ങനെ ചോദിച്ചാൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള സ്വപ്നമൊന്നുമില്ല. ഈ ആകാത്തൊരു സ്ഥാനം ഏത് എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. അത് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം വരുന്ന എനിക്കറിയാം, അതിന് ആഗ്രഹം ഉണ്ടോ എന്ന്. ആഗ്രഹം ഇല്ലെന്ന് പറയുന്നത് ഒരു നുണയായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനൊന്നും പറയത്തില്ല. സർ, സാധാരണ രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ സർ ഏത് തിരക്കിനിടയിലും വായിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സാറിന്റെ വായനയിൽ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്തും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും അതൊക്കെ മാത്രമാണോ, അല്ലെങ്കിൽ ഷേക്സ്പിയർ, ഷെല്ലി പോലെയുള്ള ലിറ്ററേച്ചറും കയറി വരാറുണ്ടോ? ലിറ്ററേച്ചർ, മലയാളം ലിറ്ററേച്ചർ ഉണ്ട്. ഷേക്സ്പിയർ ഞാൻ കോളേജിൽ പഠിച്ചിട്ടേ ഉള്ളൂ. ഷെല്ലി ഒന്നിങ്ങനെ വായിച്ചങ്ങനെ ആംഗലേയ സാഹിത്യമായി അങ്ങനെ ഞാൻ ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു. പക്ഷേ ഷേക്സ്പിയർ 2 ഞാൻ പഠിച്ചിട്ടുണ്ട്. മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമും കിങ് ലിയറും പഠിച്ചിട്ടുണ്ട്. അത് കോളേജിൽ പഠിച്ചതാണ്. ആ ഒരു അന്നത്തെ കോളേജ് ലെക്ചറെല്ലാം കേട്ടുള്ളൊരിതല്ലാതെ, പക്ഷേ മലയാള സാഹിത്യമായി കുട്ടിക്കാലം തൊട്ടില്ല ഞങ്ങളുടെ ലൈബ്രറി വായിച്ചുള്ള ബന്ധം, അന്നത്തെ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഇത് ഇന്നും മനസ്സിലുണ്ട്. ഇപ്പോൾ ചില പുസ്തകങ്ങൾ വെച്ചാൽ 2 കഴി തോട്ടിടാൻ പോയി, അതൊക്കെ ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ വായിച്ചതാണ്. സ്റ്റിൽ ഐ റിമെമ്പർ അവരെ കുറിച്ചൊക്കെ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യയും സത്യാന്വേഷണം ഇതൊക്കെ വായിച്ചപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് ഓഫീസ് താമസിക്കുമ്പോൾ ഗാന്ധിജി കസ്തൂർബാജിയോട് വഴക്കുണ്ടാക്കിയും സ്വയം കക്കൂസ് കഴുകുകയൊക്കെ ചെയ്ത കഥകളില്ലേ. ഞാൻ യൂത്ത് കോൺഗ്രസ് ഓഫീസിലെ കക്കൂസ് ഞാൻ കഴുകുമായിരുന്നു ചിലപ്പോൾ ചില അവസരങ്ങളിൽ. ഇത് ഇൻഫ്ലുവൻസ് മീ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഒരു പാതയിലേക്ക് ആകാനുള്ള ശ്രമമായിരുന്നു അതൊക്കെ. അതല്ല, അതൊരു സ്വാധീനം വരെ പുസ്തകം വായിക്കുമ്പോൾ സ്വാധീനിക്കുന്നില്ലേ. അത് എന്നെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കുമ്പോഴൊക്കെ ഉണ്ട് വീരാരാധന മാത്രമല്ല, ലോക ചരിത്രം, ഇന്ത്യയെ കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് വിചാരങ്ങൾ. അതൊരു നെഹ്റുവൈറ്റ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് നെഹ്റുവിനെ കുറിച്ച് വായിച്ചറിഞ്ഞപ്പോൾ ശേഷം ഇത് അഭിമാനത്തോടെ പറയുന്നതാണ്. വി ആർ നെഹ്റുവൈറ്റ്സ് എന്ന് ഞാൻ സോണിയാഗാന്ധിന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത് അങ്ങനെ വായിച്ചു. പിന്നെ രാഷ്ട്രീയ പുസ്തകങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമേയങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അവരുടെ PMSൻ്റെ പുസ്തകങ്ങൾ വായിക്കും. പക്ഷേ അതൊക്കെ വായിച്ചൊക്കെ ഓർത്തിയാൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കിയിട്ട് മറന്നുപോയെന്നൊക്കെ എടുത്തത്. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അവരുടെ ജീവചരിത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ TM വർഗീസിൻ്റെ ജീവിതത്തിലുണ്ട്, അത് വായിച്ചാൽ ആ തിരുവിതാംകൂർ സമരത്തിന് കിട്ടും. പട്ടണങ്ങളുടെ ഉണ്ട്. C കേശവൻ്റെ ജീവിതസ്വരം വായിച്ചാൽ കിട്ടും. നമ്മളിങ്ങനെ ജീവചരിത്രം വായിക്കണം അഭിപ്രായക്കാരല്ല, അത് വായിച്ചാൽ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കിട്ടും നമുക്ക്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ചെറുപ്പക്കാർ പറയാറില്ല ഇങ്ങനെ പുസ്തകം വായിക്കണം എന്ന് പറയും പിള്ളേരോട്. വലിച്ചുവാരി വായിക്കാൻ ഞാൻ പറയാറില്ല. നിങ്ങൾ എന്തെങ്കിലും ഈ ചില പുസ്തകങ്ങൾ ഒരു ബേസിക് നോളജ് അറിവുണ്ടാണ് നമുക്ക്. അതിന്
കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കണം. കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ ഏറ്റവും നല്ലത് ജീവചരിത്രങ്ങൾ വായിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൻ്റെ കഥയുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. അത് പഠിപ്പില്ല. ചെറുപ്പക്കാരെ ഞാൻ പറയടാ, നീ നീ ആ ഇന്ന പുസ്തകം വായിക്കടാ, അപ്പം നിനക്ക് ഇത് കഥ കിട്ടും. ഞാൻ ചില പത്രക്കാട്ടും പറയും കേട്ടാ, അപ്പോഴേ സീതാറിൻ്റെ പുസ്തകമൊക്കെ ഒന്ന് വായിക്കുക, കേരളത്തിലൊക്കെ എന്നിട്ട് ചോദ്യം ചോദിക്കുന്നു പറയും തമാശയായിട്ട്. സാർ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പറ്റണ പോലെ സിനിമക്ക് പോകാറുണ്ടോ? ഇപ്പോൾ സമയം കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഗുണമുണ്ട്. ഇവിടെ ഒരു സിനിമ ഉണ്ട്, 10:30 ഓടുമ്പോൾ അതിടയ്ക്ക് പോകാൻ പറ്റുന്നത്. സിനിമ പ്രസംഗം എല്ലാം കഴിഞ്ഞത് സിനിമയ്ക്ക് പോകാൻ പറ്റും. അത് കുഴപ്പമില്ല. എന്നാലും സിനിമ കാണണം. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് അതാണ് സിനിമ. ഒരു സന്തോഷം, ഇപ്പോൾ ഒരു മനസ്സ് സുഖമൊക്കെ ഉണ്ടാകുന്നത്. അത് ഞാൻ ട്രാജഡി സിനിമയിൽ കാണാറില്ല. നല്ല ഇടിപിടിയൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ രസമാണ്. ഏതാ ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമ? കണ്ട ഏറ്റവും ഇഷ്ട സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ, എന്താ എൻ്റെ പേര്, നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ, മകൻ്റെ സിനിമ ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടൽ നല്ല പടമായിട്ട് നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് വേറെ ഒന്നും രണ്ടും നല്ലതായിരുന്നു. വേറെ ഞങ്ങൾ കണ്ടു. അത് ഇത് കൊള്ളാം, ഉസ്താദ് ഹോട്ടൽ കൊള്ളാം, നല്ല പടമായിരുന്നു. അത് മമ്മൂട്ടി വിളിച്ച് പറയുകയും ചെയ്തു, മാൻ്റെ അഭിനയം തിരക്കെടുക്കും. കുഴപ്പമില്ല. പിന്നെ സിനിമയ്ക്ക് ഒരാൾ കൂടെ വേണം. അവനെ ചക്കിയപ്പോൾ എന്നോട് കമ്പനിയായിട്ട് വരുന്നത്. അപ്പൊ അതായത് രാഷ്ട്രീയത്തിൽ മക്കൾ വരുന്ന പോലെ സിനിമയിലും മക്കൾക്കും വരാം. എല്ലാത്തിലും കഴിവ് വേണമെന്ന് മാത്രം. മക്കൾ വരുന്നതല്ല, എല്ലാത്തും കുഴപ്പമൊന്നും. അത് നല്ല കാര്യം എൻ്റെ അഭിപ്രായം. വക്കീലന്മാരും മക്കളൊക്കെ വക്കീലന്മാരല്ലേ, അതൊരു ലൈനിൽ വരുന്നതാണ്. അതിൽ തെറ്റൊന്നുമില്ല. സാറിന് ഒരുപാട് ഗിഫ്റ്റൊക്കെ സാധാരണ ലഭിക്കാറുണ്ടല്ലോ. പക്ഷെ മൂത്ത മകൾ ഒരിക്കൽ ഗിഫ്റ്റ് ചെയ്ത ഒരു ചുമന്ന ടീഷർട്ട് അത് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് മേഴ്സ് ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ആ ചുമപ്പിനോടൊരു പ്രിയം? ഞാൻ ചുവപ്പിനോട് പണ്ട് എനിക്ക് പ്രിയമാണ്. വയലാടുന്നല്ലേ വരുന്നത്, എൻ്റെ ചുവപ്പിനോട് പ്രിയമുണ്ട്. അത് ഞാൻ ഒരിക്കൽ TV-യുടെ ഇന്റർവ്യൂ വന്ന് പറഞ്ഞിട്ടുണ്ടിരുന്നു. ഷീറ്റിലാക്കി താൻ എന്ത് ഉടുപ്പായിട്ടിരിക്കുന്നത്, നല്ല രസമല്ലേ. സാർ ഇനി ജിലേബി കഴിച്ചിട്ട് ഒരു ജിലേബി ചോദ്യമാണ്. ഞാൻ ജിലേബി കഴിക്കാറില്ല കേട്ടോ, എനിക്ക് ഡയബറ്റീസ് ഉണ്ടായിട്ടല്ല. 100-120 എൻ്റെ ഷുഗർ. സാർ ഇതൊരു ഷുഗർ ഫ്രീ ജിലേബിയാണ് സാർ. അതന്നെ, കുഴപ്പമില്ല. ചക്കമോള് കാരണം അവളെ കുഴപ്പമില്ല. ഓക്കെ, ചോദ്യത്തിലേക്ക് കിടക്കാം സാർ. കാലം 1964. AK ആന്റണിയും മറ്റു സുഹൃത്തുക്കളുമായി എറണാകുളത്ത് തകർത്ത് നടന്നിരുന്ന ഒരു കാലം. എല്ലാ ദിവസവും ആരോടും പറയാതെ, മറ്റു സുഹൃത്തുക്കളെ ഒന്നും അറിയിക്കാതെ സാർ പ്രഭാത സവാരിയായി മാർക്കറ്റ് റോഡിലെ സ്റ്റാൻലിയുടെ ഓട് വിൽക്കുന്ന കടയിൽ പോയിരുന്നു. കച്ചവടവുമായി ഒരു ബന്ധവുമില്ലാത്ത വയലാർ രവിക്ക് ഓട് വിൽക്കുന്നിടത്ത് എന്തായിരുന്നു കാര്യം? അത് വൈകുന്നേരമാണ് പോണത്. രാവിലെ പോണത് ബെഡ് കാഫി കുടിക്കാനെന്ന് പറഞ്ഞിട്ടാണ് പോണത്. എന്നിട്ട് പാരപ്പറ്റ പോയിരിക്കും. അത് ആ പള്ളിയുടെ വാതുക്കലാണ്. അപ്പോൾ എൻ്റെ അന്ന് മേഴ്സി വലിയ പക്വതയാണ്. അതൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ വരും. അപ്പോൾ മേഴ്സിയെ കാണുക എന്ന ഒരു ലിമിറ്റഡ് അജണ്ട അതാണ്. പക്ഷേ ഇവന്മാരൊന്നും കൊണ്ടുപോയി അവന്മാർ പുറത്ത് പറഞ്ഞു കളയത്തില്ലേ. പക്ഷേ ആന്റണി കുഴപ്പക്കാരനല്ലേ, അയാൾ ദിവസം കണ്ടുപിടിച്ചത്. രണ്ടാമത് കണ്ടുപിടിച്ച ആളാണ്. അയാൾ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. അയാൾ KC പ്രസിഡൻ്റാണ്, കോട്ടയത്തിന് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. എന്നാൽ താണ്ടി പോകും, ഞാൻ പോട്ടെ, പോയി കാപ്പിടിക്കുന്നത്. അപ്പോൾ അതിനൊരു സംശയം, അങ്ങനെ ഒന്ന് എന്ത് ചൂടാണെന്നറിയോ. പുള്ളി അവിടെ മാറി വിളിച്ച് നിന്ന് ഞാൻ അങ്ങോട്ടാണ് പോകണമെന്ന് ഒരു സംശയം. പുള്ളി നോക്കി ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ മേഴ്സി അനിയത്തി കൂടെ പള്ളിയിലേക്ക് പോകുന്ന പുള്ളി കണ്ട്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, നേരെ കോട്ടത്തൊക്കെ പോയി തിരിച്ചു കൊണ്ട് സ്റ്റാലിയുടെ കടയിൽ ചെന്ന് ചോദിച്ചു, രവി ഇവിടെ വരാറുണ്ട്. പിന്നെ എന്തെല്ലാം വന്ന് വൈകുന്നേരം വന്ന് പിടിച്ചു പോയി. അതല്ല സ്റ്റാൻലി, ഈ വീട്ടിൽ തടിച്ചൊരു പണ്ടില്ലേ, അത് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. എവിടെയാണ് അത് പഠിക്കുന്നുണ്ടല്ലോ? അതിവിടെ കോളേജിൽ പോകുന്നുണ്ടല്ലോ, രസം രാവിലെ. എന്താ അല്ല ഒന്നുമില്ല. എന്താ ആന്റണി അങ്ങനെ ചോദിച്ചെന്ന് ഷാലിനി തമാശയായിട്ട്. ഷാലിനി ഇപ്പോൾ ഇല്ല, അറിയാമല്ലോ, മരിച്ചു സ്വന്തമായിരുന്നു. ഷാലിനി ഇങ്ങനെ കളിയാക്കിയാണ്, എന്താണ് ആന്റണി ഇതൊക്കെ തിരക്കുന്നത്? എന്നല്ല, ഞാൻ ചോദിച്ചെന്ന് രവിയോട് പറയരുത് കേട്ടോ, എന്നോട് പറയരുതെന്ന് ഷാലിനി പറഞ്ഞു. ഷാലിനി ഞാൻ ചെന്നപ്പോൾ തന്നെ അപ്പോഴേ ഇങ്ങനെ ആന്റണി വന്ന് ചോദിച്ച് എന്നോട് വന്നിരിക്കുന്നത് അതിൻ്റെ ഡേവിഡ് പറയരുതെന്നാണ്. അത് ശരി, അത് ഞാൻ കണ്ടില്ല അങ്ങനൊന്നും. നമ്മുടെ മെസ്സേജല്ല, അതിപ്പോൾ എവിടെ ഞാനൊന്നും അറിയാത്ത പോലൊക്കെ. ശാലിനി അറിഞ്ഞാൽ കുഴപ്പമില്ലേ. അപ്പോൾ അവിടെ നിന്നാൽ മേഴ്സി പിന്നെ വേറെ കാര്യം വെച്ചാൽ, ഞാൻ എറണാകുളത്തുണ്ടോ ഇല്ലോ എന്ന് മേഴ്സിക്ക് അറിയാനും നല്ലത് ഞാൻ പോയിരിക്കുന്ന. ഈ കത്തോലിക്കനല്ലേ എപ്പോഴാണ് കല്യാണം വരുന്നത് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പറയും ഇവിടെ ഒരു ആലോചന വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുവാനോട് കോളേജ്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പൊ ആ ഓട് വിൽക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ. ഇല്ലല്ല, പൂച്ചയ്ക്ക് കാര്യം ഉണ്ടായിരുന്നോണ്ടല്ലേ. അങ്ങനെയാണ് സുഹൃത്തുക്കൾ കണ്ടുപിടിച്ചത്. ഇല്ല, സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചില്ല. കണ്ടുപിടിച്ചത് ഒന്ന് ഒരു വാപ്പ KMA മേത്തർ, പിന്നൊന്ന് ആന്റണി, പിന്നെ ഞാൻ നേരിട്ട് പറഞ്ഞത് AC ജോസിനോട്. കാരണം വെച്ചാൽ മേഴ്സിയുടെ കത്ത് എനിക്ക് AC ജോസിൻ്റെ കയറാഫിൽ വരേണ്ടിയിരുന്നു.
ലീലാമ്മയുടെ കെയർ ഓഫിൽ. കാരണം പണ്ട് ലീലാമ്മ കത്തയച്ച എനിക്കാണ്, ഞാനാണ് ഇത് കൈമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, മ്യൂച്വൽ പോസ്റ്റ്മാൻ കളിയായിരുന്നു. സർ, ഇത്രയും നല്ലൊരു സമയം കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ച് തിരക്കിട്ട ജീവിതത്തിനിടയിലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച സാറിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഞാൻ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അതിൽ നല്ല മൂഡിൽ വന്നുകൊണ്ടല്ലായിരുന്നു അങ്ങനെ പറഞ്ഞു. നീ ഇടയ്ക്കിടയ്ക്ക് പറയാം, ഓർത്ത് വരുമ്പോഴൊക്കെ കേട്ടോ. ഗുഡ് ഇന്റർവ്യൂ. താങ്ക് യു. വീണ്ടും ഓണം വരവായി. കുട്ടിക്കാലം ജനിച്ച കാലം തുടങ്ങി നമ്മൾ മലയാളികൾ കേൾക്കുന്നതും അറിയുന്നതും ആഘോഷിക്കുന്നതുമായ മഹോത്സവമാണ്. കുട്ടിക്കാലം തുടങ്ങി ഓണത്തിന് ഒരു കോടിയുടുപ്പിട്ട് ഒരു കേഴുടുപ്പിന് നിക്കറുമിട്ട് തലപ്പന്ത് തട്ടി കളിക്കുന്ന കാലം മുതൽ ആ ഓർമ്മകൾ അയവിറക്കുന്ന മുഹൂർത്തങ്ങളൊക്കെയും ഓടിയെത്തുന്നത് ഈ ദിവസങ്ങളിലാണ്. അത് നമ്മളിപ്പോൾ ഓണസദ്യ ഉണ്ണുമ്പോഴും അതുണ്ട്. അങ്ങനെ നമ്മൾ ആ ഓണസദ്യയിൽ നമ്മളത് ആഹ്ലാദം കണ്ടെത്തുന്നു. അങ്ങനെയുള്ള നമ്മുടെ ഓണം, നമ്മുടെ മഹോത്സവം, മലയാളിയുടെ മഹോത്സവം വീണ്ടും എത്തുകയാണ്. ഈ മഹോത്സവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ.